നല്ല ചൂടുകൊള്ളാം. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് മാറും, ഞാൻ ചെയ്യാം ബാക്കി. മോളെ ചെയ്യാനോ? ആ ഞാൻ ചെയ്യാം. മോളെ കൊണ്ട് പറ്റത്തില്ല, ശീലില്ലാത്ത പണിയല്ലേ. മോളെ കൊണ്ടും ചെയ്ത് ശീലില്ലാത്തോണ്ട് പറ്റത്തില്ല. നമുക്കേ ഈ കൃഷിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വേണം നല്ല രീതിയിലൊന്ന് ജീവിച്ച് ഒരു ചെറിയ വീടൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഈ ചെറിയ വീടിന് ഒരു 2 നില വീട് വന്നാലോ? 2 നില വീടെങ്കിൽ 2 നില വീട് മോളുടെ ഇഷ്ടം പോലെ തന്നെ. പിന്നെ മോളെ ഏട്ടാ ചോദിക്കാൻ പറഞ്ഞേ. എന്താ കുഴി? അയ്യോ വീടല്ലേ, നമ്മുടെ വിവാഹ വാർഷികല്ലേ വരുന്നേ. ഒന്നാമത്തെ മോക്ക് എന്താ ഏട്ടാ വാങ്ങിച്ചു തരണ്ടേ? എനിക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ചക്കര എനിക്ക് സ്നേഹം മാത്രം മതി. സ്നേഹം മാത്രം മതിയോ? എനിക്ക് വയ്യ. ഇത് നേട്ടന്ന് വെച്ചേ ചേട്ടൻ ചോദിക്കട്ടെ കേട്ടേ. എന്റെ തങ്ങക്കൂടോ ഇവിടെ മതി. നമ്മൾ വല്ല കഥയോ എഴുതിയ അവന്മാരിക്ക് പുച്ഛം. ഡെഡിക്കേറ്റഡ് വർക്കറായി പോയി. ഇതാടാ കാണിക്കണ ഓഫീസിലിരുന്ന് സൈക്കിളെ വിട്ടണ തവളപ്പുറ കാടി നേരെ പോയി തോന്നിയ ദിവസം കാണിക്കണ സ്വാതന്ത്ര്യം തരുമ്പം സ്വപ്നം കണ്ടുണ്ട്. ഉറങ്ങിപ്പോയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ചാരു ആയിരിക്കും. മനസ്സിലായ എന്തരായിരുന്നു സ്വപ്നം? ഞാനും ചാരും കൂടെ വാഴപ്പണ. അശ്ലീല കഥ ഇവിടെ ഇരുന്ന് പറയരുത്. ഇതൊരു ദൈവിക സ്ഥാപനമാണ്, ഒരു പുണ്യ സ്ഥലമാണ്. നിന്റെ വാഴപ്പണയിലെ കഥയൊന്നും ഇവിടെ പറയരുത് പവി. എൻ്റെ പ്രായം മൂത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇച്ചിയെ കാണട്ടെ ഞാൻ. എന്താ അതെ നീ അമ്മാതിരി സ്വപ്നങ്ങളല്ലേ ഇപ്പൊ കാണണ? ഞാൻ വേറെ ഒന്നും കണ്ടില്ല, ഞാൻ ഡീസൻ്റ് ഉള്ളത്. വേണ്ട നിന്റെ ഡീസൻറ്റ് ഞാൻ വന്നപ്പോൾ കണ്ട് നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. പിന്നെ വരാൻ പറഞ്ഞ ബോസ് അത് തന്നെ. അത് വീടിൻ്റെ ആധാരം ബാങ്കിൽ വെച്ചിരിക്കണം, അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്നത്. അടച്ചില്ലെങ്കിലേ പണിയാകും. ഞാനേ നിന്നെ മെയിനായിട്ട് വരാൻ പറഞ്ഞത് മറ്റേ വിക്രം ഷാണായി എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ, കന്നഡ പ്രൊഡ്യൂസർ, അങ്ങേര് ഇവിടെ നമ്മുടെ ഹൈസിന്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിനിമയുടെ കഥ തമ്പാൻ വായിച്ചില്ല. സിനിമയുടെ കഥ ഞാൻ പറയാൻ പോയത്. വല്ലതും കിട്ടണമെങ്കിലേ അവര് ജീവിച്ച് വയ്ക്കോട്ടെ. നമ്മുടെ കഥയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പടം എടുക്കാമല്ലോ അവര്. അവര് അപ്പം ഞാൻ കഥ പറഞ്ഞപ്പോൾ അങ്ങേരിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. വിവരമില്ല, സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടെന്നേ ഉള്ളൂ, 5 പൈസയുടെ വിവരമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എന്തിനാണ് ഈ കിഴങ്ങേശ്വരന്മാരെ പുറകെ നടക്കുന്നത്? ചിലപ്പോൾ ബോസ് പറഞ്ഞിട്ടായിരിക്കും മനസ്സിലായത്, വേറെ ആരെയും കൊണ്ട് പറഞ്ഞു നോക്കിയത്. എടാ ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ല, ഇനി വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നെന്താ ഇയാൾക്ക് മനസ്സിലാവാത്തത്? അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ ഒരു ചാനൽ വെറുതെ കിടക്കുകയാണ്, അഗ്നി എൻ്റർടൈൻമെൻറ്റ്സ്. ഇപ്പം ഞാൻ അതിലൊന്നും ചെയ്തിടുന്നില്ല. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിനകത്ത്? അതിൽ 12 പേരുണ്ട്. 12K അല്ല, വെറും 12 പേര്. 12 പേര്? ഞാൻ, മെറ്റിൽഡ, 2 പിള്ളേർ, പിന്നെ മെറ്റിൽഡയുടെ പപ്പ, മമ്മ, പിന്നെ നീ, ടീന. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് മാസം എൻ്റെ ശമ്പളം വാങ്ങിക്കണം? ഒരു സബ്സ്ക്രിപ്ഷൻ തരാൻ നിനക്ക് വയ്യേ? സബ്സ്ക്രിപ്ഷൻ തന്നാലേ ശമ്പളം തരത്തുള്ളൂ. ഇന്ന് തന്നെ ചെയ്തോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കട്ട് ചെയ്ത് കളയും ഞാൻ ബാറ്റ.